പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 40-ാം അധ്യായം, അതിന് 16-ാമത്തെ വാക്യം. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ എന്ന സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ സങ്കീർത്തനം ഈ സങ്കീർത്തനം ദാവീദ് ഉണ്ടായ സാഹചര്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇത് സങ്കീർത്തന പുസ്തകത്തിലെ ഒരു 7-ാമത്തെ മശിഹ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ഇതിലെ 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ എബ്രായ ലേഖനം 10-ാം അധ്യായം 5-9 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ വാക്യങ്ങൾ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതായി പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം പരിപൂർണമായി നിവൃത്തിയാകുന്നതിന് കടന്നു വന്ന മനുഷ്യപുത്രന്റെ കാൽവറിയിലെ പരമയാഗത്തെയാണ് ഈ സങ്കീർത്തനം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രൈസ് ലോർഡ്. 6-ാം വാക്യം തൊട്ട് വായിച്ച് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ കന്യയാകും ഭോജനയാകും നീ ഇച്ഛിച്ചില്ല, എന്റെ ചെവികളെ നീ തുളച്ചിരിക്കുന്നു. ഹോമയാകും പാപയാകും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവെന്ന് എബ്രായ ലേഖനത്തെ കാണാൻ കഴിയും. അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ 2 സങ്കീർത്തനങ്ങൾ ദാവീദ് ദൈവത്തോട് കഴിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതാണ്. എന്നാൽ ഇവിടെ ദൈവം അവനെ സകല അനർത്ഥങ്ങളിൽ നിന്നും വിടുവിച്ചപ്പോൾ അവൻ ദൈവത്തിന് പാടിയ സങ്കീർത്തനം. ദാവീദിന്റെ ജീവിതാനുഭവത്തോട് ചേർത്താണ് ഇത് ക്രിസ്തുവിന്റെ ക്രിസ്തുവിനെയാണ് ഈ സങ്കീർത്തനം മുഴുവൻ എടുത്ത് കാണിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഇപ്പൊ ദാവീദ് കടന്നുപോയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളുടെയും നടുവില് ദാവീദ് ദൈവത്തിന് നിലവിളിക്കുക. 40-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. നിലവിളി കേട്ടു. നാശകരമായി കുഴഞ്ഞു ചേരുന്ന അവന്റെ കയറ്റി. ഹല്ലേലൂയ. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. അങ്ങനെ ഒരു വലിയ നിലവിളിയുടെ ആരംഭം തുടങ്ങി ഈ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. എന്താണ് ആമേൻ സ്തോത്രം? സന്തോഷത്തോടെ ദൈവത്തെ പാടി സ്തുതിക്കുക. അത് സംഗീതമായി മാറുകയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഭാരങ്ങളും നിന്ദകൾ അപമാനങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഒക്കെ കടന്നു വരുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നുപോയാലും ദൈവത്തിന് നിലവിളിച്ച് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ നിലവിളിയെ സംഗീതമാക്കി മാറ്റിത്തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിന് ശക്തമായി ദൂത് പറയുന്നത്. നീ നിലവിളിക്കാൻ തയ്യാറായാൽ, ദൈവത്തിന് മുഴങ്ങാലി മടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ നിലവിളിയെ സംഗീതമാക്കുന്ന ദൈവം രക്തം ചെയ്യും. ആരെല്ലാം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഒരു സംഗീതത്തിന്റെ അനുഭവത്തെ ദൈവം തരുവാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഒരുപാട് വിഷയങ്ങളുമായി സങ്കടങ്ങളുമായി നിലവിളിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഒരുപാട് ആഗ്രഹങ്ങളുമായി നിലവിളിക്കുന്നവനാ. സ്തോത്രം. അതിന്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കും. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കിടക്കാനുള്ള സമയമായപ്പോൾ ഹല്ലേലൂയ ഒരു സഹോദരി വിളിച്ചു. ഹല്ലേലൂയ. ഒരുപാട് പേര് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന്റെ നിയോഗമായിരിക്കും, എന്നെ ഏൽപ്പിച്ച ദൗത്യമായിരിക്കാം. അതിലൊന്നും എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. ഞാൻ കർത്താവിന്റെ ഒരു എളിയ ദാസനായിട്ട് നിന്ന് വേല ചെയ്തു മാത്രം. എന്നെ ഏൽപ്പിക്കുന്ന ഞാൻ ചെയ്യും. അപ്പൊ സഹോദരി പറഞ്ഞു, എന്റെ പാസ്റ്ററേ, എന്റെ ഭർത്താവിന് വളരെ പ്രഷർ കൂടുതലാണ്, ഹോസ്പിറ്റലിലാണ്. അപ്പം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ വിഷയം പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ചെറിയ സൗഖ്യം വന്നു. റൂമിലേക്ക് വന്നപ്പോൾ വീണ്ടും കാലുകൾക്കൊക്കെ ചെറിയൊരു വിലക്കുറവ്. ഞാൻ പറഞ്ഞ സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, ആശ്വസിപ്പിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഞാൻ സഹോദരൻ, നിന്റെ നിലവിളിയെ സംഗീതമാക്കി തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നീ നിലവിളിക്കാൻ തയ്യാറായാൽ നിന്റെ ഭർത്താവിന്റെ പരിപൂർണ സൗഖ്യം തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പൊ സഹോദരിക്ക് അച്ഛനൊക്കെ ഭയങ്കര വിശ്വാസമാണ്. 2 മക്കളുണ്ട്, അവർക്കും ഭയങ്കര വിശ്വാസം കേട്ടോ. കാരണം ഞാൻ നേരത്തെ അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവരുടെ വീട് പണിക്ക്. എന്തായാലും സൗകര്യ സന്തോഷത്തോടെ അത് സ്വീകരിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ദൈവം പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞു, ദൈവം പ്രവർത്തിക്കും. അപ്പൊ ആ സൗകര്യക്ക് മനസ്സിന് വല്ലാത്തൊരു തൃപ്തി. ഏതാ
അപ്പൊ നിലവിളി സംഗീതമായിട്ട് മാറുമെന്ന് അവരുടെ ഉള്ളിൽ ഒരു തീരുമാനം. ഈ ഒരു തീരുമാനമാണ് ദൈവ സൗഖ്യത്തെ അയക്കുന്നത്. നമുക്ക് നല്ലൊരു തീരുമാനം ഉണ്ടായിരിക്കണം. ആ തീരുമാനത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ നല്ല ഉറപ്പുള്ള തീരുമാനക്കാരനാണ്. പ്രതികൂല സാഹചര്യങ്ങളെ കാണുമ്പോൾ അലറി നിലവിളിച്ച്, അയ്യോ എനിക്കിത് സംഭവിച്ചല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ എങ്ങോട്ട് പോകും, ഞാൻ മടുത്തു, കഷ്ടപ്പെട്ടു, ഇതിനൊക്കെയാണോ എന്നെ വിളിച്ചതെന്ന് ചോദിച്ച് ഈ ഭക്തൻ നിലവിളിക്കാതെ കഷ്ടതകളുടെ അനുഭവത്തിലൂടെ സങ്കീർത്തനക്കാരൻ കടന്നു പോകുമ്പോൾ ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ ഓടിച്ചെന്ന് ദൈവത്തിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കും, ദൈവമേ എന്റെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകണമെന്ന് രക്തം ചെയ്യും. അദ്ദേഹം എല്ലാ വിഷയത്തിനും പരിഹാരം കണ്ടിട്ടുണ്ട്. ഈ ലോകൻ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ നിലവിളിയെ സംഗീതമാക്കി മാറ്റുവാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് വീണ്ടും ഞാൻ ചിലരോടൊക്കെ ശക്തമായി ദൂത് പറയുക. രക്തം ചെയ്യും. വിശ്വസിക്കാൻ പറ്റൂ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ പ്രശ്നത്തിന് നിലവിൽ ഇറങ്ങി വരും. പ്രൈസലോട് അല്ലേലിയ. അപ്പം വചനം വായിച്ചേ, നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. 40-ാം സങ്കീർത്തനം 16-ാം വാക്യം, നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. അപ്പൊ നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് ദൈവത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ ആനന്ദിച്ച് സന്തോഷിപ്പാൻ കഴിയും. കഷ്ടതകൾ മറക്കും, കണ്ണുനീര് മാറും, ദുഃഖങ്ങളെ എല്ലാം മാറ്റിയിട്ട് ആമീൻ കർത്താവിന്റെ സന്നിധിക്ക് ആനന്ദത്തോടെ സന്തോഷിപ്പാൻ കഴിയുന്ന ചില നാളുകളായി ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെ മാറ്റാൻ പോവുകയാണ്. ലേലിയ രക്തം ചെയ്യും. ലേലിയ ഒരിക്കലും ഒരുപാട് ജോലിയില്ലാത്തവർ ഭാരപ്പെടുന്നു. ഒരുപാട് ജോലിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നത്. ജോലിയില്ലാത്തവർക്കും സാമ്പത്തിക ഞെരുക്കമുള്ളവർക്കും കടബാധ്യതയിൽ കടന്നു പോകുന്നവരും ജപ്തി നേരിടുന്നവരും ആമേലി അങ്ങനെ ഒരുപാട് പ്രശ്നം രോഗികളെ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കും. അവരൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്. പണക്കാരും വിളിക്കാറില്ല. കാരണം പണക്കാർക്ക് എല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് പ്രാർത്ഥന ആവശ്യമില്ല. കരയുന്നവനാണ് പ്രാർത്ഥന ആവശ്യം. നിലവിളിക്കുന്നവനാണ് പ്രാർത്ഥന ആവശ്യം. സങ്കടത്തിലൂടെ കടന്നു പോകുന്നവനാണ് പ്രാർത്ഥന ആവശ്യം. അവരെന്നെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അവരുടെ കഷ്ടതയിൽ എനിക്കൂടെ പങ്കുചേരാൻ കഴിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്കും ഒരു സന്തോഷമാണ്. അപ്പം ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അല്ലേരിയ നമ്മൾ അതിനുവേണ്ടി അങ്ങ് ഒരുങ്ങണം. രക്തം ചെയ്യണം. അപ്പൊ എന്താണ്? നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. നമുക്ക് പറയാൻ കഴിയണം. ഇതിന്റെ ചരിത്ര ഭാഗങ്ങളൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കണം. 16-ാം വാക്യത്തിൽ അല്ലേലിയ, ശത്രുക്കളുടെ ആരവാരവും അട്ടഹാസവും ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ദുഃഖിതരെങ്കിലും കർത്താവിനെ ശരണമാക്കിയ ഒരു ചെറിയ കൂട്ടത്തെ കാണാം. ശത്രുവിന്റെ വലിയ ആരവാരവും അട്ടഹാസവും നടക്കുക, എന്നാൽ അതിന്റെ മറുവശത്ത് ദൈവത്തെ ആശ്രയമാക്കിയ, കർത്താവിനെ സങ്കേതമാക്കിയ ഒരു ചെറിയ കൂട്ടമുണ്ട്. അല്ലേലേ, അതിലൊരാളായി നീ മാറുന്നെങ്കിൽ നിനക്കിതിന്റെ ശത്രുവിന്റെ വലിയ ആരമാരും അട്ടഹാസവും കടന്നു വരിക. നിന്നെ നോക്കി പരിഹസിക്കുന്നവര്, നിന്ദിക്കുന്നവര്, നിന്നെ ആമല്ലിയ നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന അനവധി ദുഷ്ടശക്തികളുണ്ട്. അല്ലേലിയ, അവരുടെ അട്ടഹാസത്തിന്റെ ആരവാരത്തിന്റെ നടുവിൽ നീ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ ദൈവം നിനക്കാണ് വിജയം വെച്ചിരിക്കുന്നത്. രക്തം ചെയ്യാൻ. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയാണ്, ക്രിസ്തുവിന്റെ പുനരുത്ഥാന വാർത്ത അവരുടെ ഹൃദയങ്ങൾക്ക് പുതുജീവൻ നൽകി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയവനല്ല, കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ആമീൻ. ലോകം ചിന്തിച്ച്, യഹൂദന്മാർ ചിന്തിച്ച്, റോമൻ പടയാളികൾ ചിന്തിച്ചു, ഹെരോദാവും കയ്യാപ്പാവും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും സാധുക്യരും അന്നത്തെ പീലാത്തോസൊക്കെ ചിന്തിച്ചത് എന്താണ്? ഇവൻ മരിച്ചവനെ കല്ലറയ്ക്കകത്ത് ഒതുക്കാം, ഇനി ഇവൻ ഒരിക്കലും ഉയരില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് അവനെ കൊണ്ട കല്ലറയിൽ, യേശുവിനെ കൊണ്ട കല്ലറയിൽ വെച്ച് ആമേൻ റോമൻ മുദ്ര വധിച്ച് ആമേ കർത്താവ് വലിയ കല്ലുരുട്ടി വെച്ച് ആമേ മുദ്ര ചെയ്തതൊക്കെ. ലഹരിയ. പക്ഷെ എന്ത് ചെയ്തു? കല്ലറകൾ ഭേദിച്ച് പുറത്തു വന്ന ഒരു യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ശത്രുവിന്റെ എത്ര ആരവാരവും അട്ടഹാസങ്ങളും നടന്നാലും ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവി, എന്നെ കേൾക്കുന്ന പിതാവി, സഹോദര സഹോദരി, നിന്റെ നിലവിളിയെ സംഗീതമാക്കി തരാൻ യേശുവിന് കഴിയും. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ.
നിലവിളി തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായില്ലേ? സങ്കടപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായില്ലേ? നിന്റെ നെഞ്ചുരുകി ചങ്കുരുകി പ്രാർത്ഥിക്കുന്ന, മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളില്ലേ? അല്ലേലൂയ. പലപ്പോഴും നീ ഹൃദയത്തെ ചിന്തിച്ചില്ലേ, എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ എന്ന് ചിന്തിച്ചിട്ടില്ലേ? എന്നെന്റെ കഷ്ടത മാറും, എന്റെ സങ്കടം മാറും, ഈ പ്രതിയോഗിയുടെ നടുവിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടുമെന്ന് ഹന്ന പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. ഹന്നയ്ക്ക് വലിയൊരു പ്രതിയോഗി ഉണ്ടായിരുന്നു, പെനീന. നിരന്തരം അവളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പം പെനീനയുടെ അട്ടഹാസവും അല്ലൊരു പെനീനയുടെ അട്ടഹാസവും അല്ലൊരു ആരവാരവും ഒക്കെ നടക്കുന്നതിനിടയിൽ ഹന്നയ്ക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഹന്നയുടെ നിലവിളിയെ സംഗീതമാക്കി കൊടുത്തൊരു ദൈവമുണ്ട്. ദാവീദിന്റെ നിലവിളിയെ സംഗീതമാക്കി കൊടുത്തൊരു ദൈവമുണ്ട്. ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ നിലവിളിയെ സംഗീതമാക്കി തരുവാൻ നല്ലൊരു ദൈവത്തിന് കഴിയും. ഒരു പുത്രന് വേണ്ടി പ്രാർത്ഥിച്ച് ഹന്നയുടെ വീട്ടിനകത്ത് പിന്നത്തേതിൽ 6 മക്കളെ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ശമൂലിനെ ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിച്ചുവെങ്കിലും 5 മക്കൾ വീണ്ടും ഹന്നയുടെ ഭവനത്തിനകത്ത് സന്തോഷിച്ച് നടക്കുക. അതുകൊണ്ട് നിലവിളിയെ സംഗീതമാക്കുന്ന ദൈവം രക്തം ചെയ്യും. പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അത്ഭുതം ചെയ്യുന്നവന് നിനക്ക് വേണ്ടി മാത്രം. ഹല്ലേലൂയ. വ്യക്തിപരമായിട്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കേട്ടോ, കൂട്ടമായിട്ടല്ല, വ്യക്തിപരമായിട്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹം. ആ അനുഗ്രഹങ്ങളെ നിന്നിലൂടെ ദൈവം പല്ലേക്ക് പകരുകയാണ്. രക്തം ചെയ്യും. അതാണ് ദൈവത്തിന്റെ വചനമൊക്കെ ഓർപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മെ പറ്റി ചിന്തിക്കുന്നത് ഹല്ലേലൂയ, നമ്മെ പറ്റി ചിന്തിച്ച് നമ്മുടെ മനസ്സ് അങ്ങ് തകർത്ത് കളയരുത്. പലപ്പോഴും നമ്മളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ പരാജയങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും ഭർത്താവിന്റെ പ്രശ്നങ്ങളും മദ്യപാനവും മയക്കുമരുന്നും മക്കളുടെ പ്രശ്നങ്ങളും അമ്മായിയമ്മയുടെ മരുമകളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ജീവിത പ്രാരാബ്ദങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മെ തന്നെ നമ്മളിൽ തന്നെ അങ്ങ് ചിന്തിച്ച് നമ്മുടെ മനസ്സങ്ങ് കഠിനപ്പെടും, മനസ്സങ്ങ് വേദനിക്കപ്പെടും. ഹല്ലേലൂയ. ആ ചിന്ത കൊണ്ട് നീ ഒരു മാറാ രോഗിയായി മാറും. നീ ഡിപ്രഷൻ രോഗത്തിന് വേണ്ടി നീ അടിമപ്പെട്ടു പോകും. ഹല്ലേലൂയ. അങ്ങനെ നീ നിന്നെ കുറിച്ച് തന്നെ ചിന്തിച്ച് നീ ഒരു മനോനില തെറ്റിയവളായി മാറാതെ നിനക്ക് പ്രശ്നം വരുമ്പോൾ നീ കർത്താവിനെ കുറിച്ച് ചിന്തിക്കണം. അല്ലേ? പ്രശ്നം വരുമ്പോൾ നീ യേശുവിനെ കുറിച്ച് ചിന്തിക്കുക. യേശുവിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാൽ നിന്റെ ജീവിതം ഒരു കാലത്തും പരാജയപ്പെടത്തില്ല. ഇതാണ് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രാർത്ഥനയുടെ മാതൃക. തനിക്കെതിരെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ കുറിച്ച് തന്നെ ചിന്തിച്ച് താൻ തന്നെ ഒരു നിരാശനായി മാറാതെ പ്രശ്നങ്ങൾ നടുവിൽ യഹോവയുടെ സന്നിധിയിൽ കടന്നു വന്നിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ കുറിച്ച് ചിന്തിക്കുക. രക്തം ചെയ്യും. അങ്ങനെ യേശുവിനെ കുറിച്ച് ചിന്തിച്ച മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. താങ്കൾക്കത് കഴിയുമോ? ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ നിലവിളിയെ സംഗീതമാക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നീ നിന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുക. നീ കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക. നിന്നെ സൃഷ്ടിച്ചവൻ, നിന്നെ നിർമ്മിച്ചവൻ, നിന്നെ ഉണ്ടാക്കിയവൻ, നിന്റെ സൃഷ്ടാവായവൻ, നിന്റെ ഭർത്താവായവൻ, അല്ലേരി നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നവൻ, അവസാനത്തോടെ രക്തം വരുത്തുന്നവൻ, ശരീരം ഉഴവുചാരു പോലെ നിനക്ക് വേണ്ടി കീറി, അല്ലേരിയ നിനക്ക് വേണ്ടി ജീവൻ വെച്ച് തന്നവൻ, അല്ലേരിയ നിന്നെ വിലയ്ക്ക് വാങ്ങിയവൻ, അവനെ കുറിച്ച് നീ ചിന്തിക്കുക. അല്ലേരിയ. ആ ചിന്തകൾ നിരാശപ്പെട്ടു പോകത്തിന് അതിന്റെ നടുവിൽ ഇറങ്ങി വരുമെന്നേ നമ്മുടെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് നിന്നോട് വ്യക്തമായി സംസാരിക്കും. ഒരു മനുഷ്യൻ നിന്നോട് സംസാരിക്കും, നിന്റെ ഒരു സ്നേഹിതൻ നിന്നോട് സംസാരിക്കുന്നത് പോലെ കർത്താവ് നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുക. പ്രിയന്റെ ശബ്ദം നിന്റെ കാതുകളിൽ കേൾപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. രക്തം ചെയ്യും. ഇവിടെ കർത്താവ് വലിയവനാകട്ടോ. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ ഞാൻ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഒരു പുസ്തകത്തിനകത്ത് ഒരു ചരിത്ര സംഭവം വായിച്ചു. ഞാനത് കൂടെ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കാം കേട്ടോ. ഒരിക്കലും ഒരു രാജാവ് എപ്പോഴും വിവിധ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹത്തിന്റെ മനസ്സങ്ങ് വളരെ വേദനിച്ച് വളരെ കഷ്ടപ്പെടാൻ തുടങ്ങി. അതിനാൽ അദ്ദേഹത്തിന് വലിയ രോഗം പിടിവെച്ചു. അദ്ദേഹം മെലിഞ്ഞു പോയി. തന്നെ കുറിച്ച് ചിന്തിച്ച് ഈ രാജാവ് വളരെ രോഗദുഃഖിതനായി മാറി. നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന ഈ രാജാവ് ശരീരം മെലിഞ്ഞവനായി മാറി. അല്ലേ? വൈദ്യന്മാർ അദ്ദേഹത്തോട് നിങ്ങൾ എപ്പോഴും സന്തോഷമായിരിക്കണം, അതാണ് നിങ്ങളുടെ മരുന്നും ഗുളികകളും ടോണിക്കുകളും എന്നൊക്കെ പറഞ്ഞു
പല വൈദ്യന്മാരെയും കൊണ്ട് കാണിച്ചിട്ടും രാജാവിന്റെ സങ്കടത്തിനും ദുഃഖത്തിനും നിരാശത്തിനും മാറ്റമില്ല, തന്നെക്കുള്ള ചിന്തകൾക്ക് മാറ്റമില്ല. അങ്ങനെ ചിന്തിച്ച് താൻ വലിയ രോഗിയായി നിരാശനായി മാറി ഒരു അവസാനം വെരിഞ്ഞ ശരീരമായി. വൈദ്യന്മാർ വന്ന് വിചലിച്ചിട്ട് പറഞ്ഞ, രാജാവി നിങ്ങളെപ്പോഴും സന്തോഷിക്കണം, നിങ്ങളെപ്പോഴും സന്തോഷിക്കണം, അതാണ് നിങ്ങളുടെ മരുന്ന്, അതാണ് നിങ്ങളുടെ ഗുളികകൾ, അതാണ് നിങ്ങളുടെ ടോണിക്ക്. വൈദ്യന്മാർ പറഞ്ഞു. അല്ലെ ആ വൈദ്യന്മാർ ആവശ്യമായത് ആലോചന രാജാവിന് പറഞ്ഞു കൊടുത്തു. അല്ലെ എന്നിട്ട് എന്താണ് ആലോചന? രാജാവ് അല്ലെങ്കിൽ സന്തോഷമായിരിക്കുന്ന ഒരു മനുഷ്യനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഡോക്ടർമാർ രാജാവ് സന്തോഷമായിരിക്കുന്ന ഒരു മനുഷ്യനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അവന്റെ മേലുടുപ്പിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ മേലിടണം. അവന്റെ മേലുടുപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ മേലിടണം. അപ്പോൾ നിങ്ങളുടെ രോഗം ഭേദമാകും, ആരോഗ്യം പ്രാപിക്കുക എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ സന്തോഷമുള്ള മനുഷ്യനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി രാജാവ് തന്റെ സൈന്യത്തെ രാജ്യത്തിന്റെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അയച്ചു. അല്ലേ വീടുകൾ തോറും അല്ലേ കുടുംബമായി കയറിയിറങ്ങി ദുഃഖവും കണ്ണുനീരും മാത്രമാണ് എല്ലാവരും കാണുന്നത്. അങ്ങനെ രാജാവ് എല്ലായിടത്തേക്കും സൈന്യാധിപന്മാരെ അയച്ചു. സൈന്യാധിപന്മാർ വീടുകൾ തോറും കയറിയിറങ്ങി, ഗ്രാമങ്ങൾ തോറും കയറിയിറങ്ങി, എല്ലാം വീട്ടിലെ ക്ഷേമം അന്വേഷിക്കുമ്പോൾ എല്ലാ വീട്ടിലും കണ്ണുനീരും ദുഃഖവും മാത്രമാണ്. അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഭവനത്തെ പോലും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ദീർഘ ദിവസങ്ങൾ അല്ലെ സൈന്യത്തലവന്മാർ പല ദിക്കുകളിലും അലഞ്ഞു നടന്ന അവസാനം സന്തോഷമായിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തി. അല്ലേ സന്തോഷവാനായിരിക്കുന്ന മനുഷ്യനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ സൈനാധിപന്മാർക്കും സന്തോഷമായി. സൈനാധിപന്മാർ പറഞ്ഞു, ഞങ്ങളുടെ രാജാവ് നിങ്ങളെ ഞങ്ങളുടെ ഭവനത്തിലേക്ക്, ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു, അതുകൊണ്ട് താങ്കൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് വരണം. അല്ലേരിയ താങ്കളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ അയച്ചത്. അല്ലേരിയ അപ്പൊ സൈനാധിപന്മാരുടെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യൻ ആദ്യമൊക്കെ ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് രാജാവിന്റെ കൽപ്പനയില്ലേ, രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലാം എന്ന് ചിന്തിച്ച് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ കൊട്ടാരത്തിൽ ആ മനുഷ്യൻ സന്തോഷമായി പാടിക്കൊണ്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും വളരെ സന്തോഷവാനെ കാണപ്പെടും. ആ മനുഷ്യൻ ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും പാടിക്കൊണ്ടും ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ടും വളരെ സന്തോഷവാനായി. അനേക വീടുകൾ കയറി ഇറങ്ങി. ഒരു വീട്ടിലും ഇങ്ങനെ ഒരു അനുഭവം കണ്ടില്ല. പക്ഷെ അവസാനമായി കണ്ട വീടാണ് സന്തോഷമുള്ള ഭവനം. ആ ഭവനത്തിൽ എന്തുണ്ട്? ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, വചനം വായിക്കുന്നു, സന്തോഷത്തോടെ കുടുംബമായിരിക്കുന്നു. ആ മനുഷ്യനെ തൂക്കിയെടുത്തുകൊണ്ട് രാജാവിന്റെ അരികിൽ കൊണ്ടുവന്നു. സൈന്യാധിപന്മാരെത്തി ആ മനുഷ്യനെ പൊക്കിയെടുത്ത് രാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അവൻ രാജാവിനെ നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം അറിയിച്ചു, ഞാൻ ഇതുവരെയും മേലുടുപ്പ് ധരിച്ചിട്ടില്ല. സന്തോഷമുള്ളവന്റെ മേലുടുപ്പ് കൊണ്ടുവന്ന് രാജാവിന്റെ മേലിട്ട രോഗം ഭേദമാകുന്നുള്ള ഡോക്ടർമാർ ആലോചന. പക്ഷെ ഈ മനുഷ്യൻ പറയും, എന്റെ രാജാവി, ഞാൻ ഇതുവരെ മേലുടുപ്പ് ധരിച്ചിട്ടേ ഇല്ല. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു പോലെ എന്ന് രാജാവിന് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത്ര കുഴയാണ്. പക്ഷെ മേലുടുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രശ്നം. നമ്മുടെ വിദേശത്തേക്കൊക്കെ കടന്നു പോകുന്നൊരു കാണത്തില്ലേ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്നെ പോലെയുള്ള ഇതുപോലെ ഉടുപ്പൊക്കെ ഇട്ട് പാൻറ്റൊക്കെ ഇട്ട് ജീവിക്കുന്നതാണ്. നമ്മൾ വിദേശത്തേക്ക് വീഴുമ്പോൾ മേലുടുപ്പ് കോട്ടൊക്കെ ധരിക്കുവരെ അല്ലേ. കോട്ടൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും കണ്ടാൽ അറിയത്തില്ല. ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. പേര് പറയുന്നില്ല, പേര് പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച് എന്നെ അറിയാവുന്നവർക്ക് അറിയാതിരിക്കുക ഏത് ദൈവദാസനെന്ന്. അപ്പം ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ഒരു ദൈവദാസൻ, അദ്ദേഹം ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാൻ അവസരം കിട്ടി. അല്ലേരിയ ഇവിടെ വളരെ കഷ്ടതയാണ്, പ്രയാസം, സങ്കടമാണ്, ദുരിതങ്ങളാണ്, ദുഃഖം, വേറെ വലിയ വിശേഷമൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ചെയ്ത് വിദേശത്ത് പോയി കഴിഞ്ഞ് അദ്ദേഹത്തിന് അല്ലേരിയ മേലുടുപ്പ് കിട്ടി, കോട്ടൊക്കെ കിട്ടു. അല്ലേരിയ ശുശ്രൂഷകളൊക്കെ ശക്തമായി മാറി, കുറച്ച് പൈസ കിട്ടി. അല്ലേരിയ ഞാനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് വേർപൊളിയിൽ പഠിച്ചത് കൂടാ കേട്ടോ. അല്ലേരിയ സ്വതം ആ സഹോദരൻ ആ പാസ്റ്റർ വിദേശത്തൊക്കെ പോയി വന്നിട്ട് ഞങ്ങളൊരു മീറ്റിംഗിൽ പങ്കെടുത്തു കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയ മീറ്റിംഗിൽ അല്ലെങ്കിൽ അദ്ദേഹം വന്ന് അദ്ദേഹം മേലുടുപ്പൊക്കെ ഇട്ട ആളല്ലേ. മേലുടുപ്പിട്ട ആളായതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം സ്വാമി പഠിച്ച് എന്നെ കണ്ടിട്ടത് മനസ്സിലായില്ല. കാരണം മേലുടുപ്പെന്ന് കയറുന്നുള്ള വിഷയം
ഈ കോട്ടൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ആളെ അറിയത്തില്ലാത്തവരുണ്ടെന്നേ. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഈ നമ്മുടെ നാട്ടിൽ നാടൻ വസ്ത്രങ്ങൾ ധരിച്ച് ശുശ്രൂഷ ചെയ്യുന്ന നാട്ടുരീതിക്കനുസരിച്ച് ജീവിച്ച അനവധി ദൈവഭക്തന്മാർ, അല്ലേലൂയ, വിദേശ രാജ്യത്ത് നിന്ന് മേലുടുപ്പ് എന്ന് പറഞ്ഞ് ഞാനതിനെ കോട്ടെന്നൊക്കെ പറയും. ആ കോട്ടൊക്കെ ധരിച്ചു കഴിഞ്ഞിട്ട് അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് അവർ തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കൂടെയുള്ളവരെ മറന്നു പോകുന്നവരുണ്ട്. ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ രാജാവേ, ഞാൻ ഇതുവരെ മേലുടുപ്പ് ധരിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല, എനിക്ക് അറിയത്തുമില്ല. രാജാവ് വളരെ കുഴഞ്ഞു. അപ്പൊ ഞാനീ പറഞ്ഞിടയ്ക്ക് വാസുവിന്റെ ഞങ്ങളെ കണ്ട് മിണ്ടാതെ പോകുകയും ഞങ്ങൾക്ക് പ്രയാസമൊന്നും എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ദിവസമാരെല്ലാം സംസാരിച്ച് ഞാൻ അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ട് വാസ, നമുക്ക് ഈ മേലുടുപ്പ് ധരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെ ആരെയും അറിയത്തില്ല. പിന്നെ നമ്മളിനി മേലുടുപ്പ് ധരിച്ചാലും നടന്നു വന്ന വഴികൾ അറിയരുത്. നടന്നു വന്ന വഴികൾ അറിയാതെ പോകരുത്. നമ്മൾ നടന്നു വന്ന വഴികൾ, നമ്മൾ കടന്നുപോയ പാതകൾ അറിഞ്ഞ് വേണം നമ്മൾ ജീവിക്കാൻ. അല്ലേലിയ. അപ്പൊ ഈ രാജാവ് ആകപ്പാടെ കുഴഞ്ഞു. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഇതിൽ നിന്ന് രാജാവിന് മനസ്സിലായത് എന്താ? അല്ലേലിയ. രാജാവിന് മനസ്സിലായി, ലോകസമ്പത്തോ സ്വത്തോ പണമോ അന്തസ്സോ പദവിയോ കീർത്തിയോ കിരീടമോ രാജകൊട്ടാരമോ സിംഹാസനമോ ചെങ്കോലോ ഒന്നും അല്ല പ്രാധാന്യം. അല്ലേലിയ. ഒന്നുമല്ല പ്രാധാന്യം. സമാധാനമാണ്, സന്തോഷമാണ് ആവശ്യമെന്ന് രാജാവിന്റെ ഹൃദയത്തിൽ ചിന്തിപ്പാൻ തുടങ്ങി. എന്താണ് രാജാവിന്റെ ഹൃദയത്തില്? ലോകസമ്പത്തോ സ്വത്തോ പണമോ അന്തസ്സോ പദവിയോ കീർത്തിയോ രാജസിംഹാസനമോ ചെങ്കോലോ കിരീടമോ ഒന്നുമല്ല ആവശ്യം. മനസ്സിന് സമാധാനമാണ് ആവശ്യം, മനസ്സിന് സന്തോഷമാണ് ആവശ്യമെന്ന് രാജാവ് ചിന്തിച്ചു തുടങ്ങി. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവി, ഈ ലോകത്തിന്റെ സന്തോഷത്തിലേക്ക് നീ പോയാൽ, ലോക സന്തോഷം അനുഭവിക്കാൻ പോയാൽ നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി മാറും. അല്ലേലിയ. ഞങ്ങളീ താമസിച്ചിട്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട്. ചിലർക്കൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാനൊക്കെ പറഞ്ഞു കേട്ട ഇവിടെ വന്ന് കേട്ട, ഞാൻ വന്നിട്ട് ഒരു 19 വർഷമാകുന്നു. ആദ്യകാലത്തൊന്നുമില്ലായിരുന്നു, കയറിക്കിടക്കാൻ ഒരു ഭവനം പോലും ഇല്ലായിരുന്നു. വളരെ പണ്ടത്തെ പോലെ ചെറ്റക്കുള്ളിൽ താമസിച്ചവരാണ്. പിന്നീട് അവരെ ദൈവം ഉയർത്തി, അല്ലെങ്കിൽ അവർ ഉയർന്നു. അല്ലേലിയ. അവർക്ക് വലിയ സമ്പത്തുകളായി കഴിഞ്ഞ്, പണമായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ഒപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചവർ ഇന്നും താഴ്ചയിൽ കിടക്കുമ്പോൾ ഈ സമ്പത്തിന്റെ ഉന്നതിയിലേക്ക് വന്നവർക്ക് അയൽവാസികളെ പോലും തിരിച്ചറിയത്തില്ല. അവരെ കാണുമ്പോൾ മുഖം മറയ്ക്കുക, അവരെ കാണുമ്പോൾ ഇപ്പോഴത്തെ കല്ലേ, അവരെ കാണുമ്പോൾ ഫോണിൽ അങ്ങ് സംസാരം തുടങ്ങുക. ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ പോലും ശ്രദ്ധിക്കത്തില്ല, മുഖം അങ്ങ് കടുത്ത് വീർപ്പിച്ച് ചില കടന്നിൽ കുത്തിയ പോലെ ഇരിക്കുന്ന ആളുകൾ ഞങ്ങളെ ചുറ്റുമുണ്ട് കേട്ടോ. അല്ലേലൂയ. ചിലർക്കൊക്കെ പണമായി, പ്രതാപമായി, കെട്ടിടങ്ങളായി, ഫ്ലാറ്റുകളൊക്കെ ആയി കഴിഞ്ഞപ്പം അവിടെ രീതികളൊക്കെ മാറിയെന്നേ. അല്ലേലൂയ. സ്വതന്ത്രം. അപ്പൊ രാജാവിന് മനസ്സിലായി, ഈ ലോകത്തിന്റെ സമ്പത്തൊന്നും അല്ല എനിക്ക് സന്തോഷമുണ്ടാകുന്നത്. എനിക്ക് സന്തോഷമുണ്ടാകാൻ അല്ലറിയ ദൈവം എന്റെ ജീവിതത്തിൽ വേണം. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പദവികളും സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം, എന്റെ കീർത്തിയും പ്രശസ്തി, എന്റെ രാജാവ്, എന്റെ രാജ്യത്വവും, എന്റെ സിംഹാസനം, ചെങ്കോലും കിരീടമെല്ലാം തകർന്നു പോകും. എനിക്ക് അവൻ ദൈവ സാന്നിധ്യമാണ് വേണമെന്ന് രാജാവിന് മനസ്സിലായി. ദാവീദും അത് തന്നെയായിരുന്നു കേട്ടോ. ദാവീദ് ദൈവത്തിന് താഴ്മയുള്ളവനായിരുന്നു. ഇന്നത്തെ രാജാക്കന്മാര് താഴ്മയില്ല. അല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? രാജാവിന്റെ ഹൃദയത്തിനകത്ത് ആ ഒരു തീരുമാനം വന്നു. അതുകൊണ്ട് അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ, ക്രിസ്തു മാത്രമാണ് സന്തോഷമെന്ന് രാജാവ് ഒന്ന് ചിന്തിച്ചു. ക്രിസ്തു മാത്രമാണ് സന്തോഷമെന്ന് രാജാവിനൊരു തീരുമാനം. അല്ലേലൂയ. ആ സന്തോഷത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ച അല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: എന്റെ സന്തോഷം നിങ്ങളിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ക്രിസ്തുവിന്റെ സന്തോഷം നമ്മളിരിക്കണം. ക്രിസ്തുവിന്റെ സന്തോഷം നമ്മളിരിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിരിക്കണം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് ആരോഗ്യവാനായി ജീവിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന മഹാസന്തോഷത്തെക്കുറിച്ച് നമ്മൾ വളരെ തിരിച്ചറിവുള്ളവരായി തീരണം. യേശു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ ജീവിതം സന്തോഷകരമായി തീരും. ശത്രുക്കളും ദുഷ്ടന്മാരുടെ ആരവാരങ്ങളും നിലവിളിയും അവരുടെ ഉച്ചത്തിലുള്ള ആർപ്പൂടിയൊക്കെ നടക്കുമ്പോഴും
ക്രിസ്തു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്നെ സന്തോഷത്തിലേക്ക് ദൈവം നടത്തും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് എന്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതേ ദൈവമക്കൾ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ക്രിസ്തുവിനെ സന്തോഷമാക്കിക്കൊള്ളണം. ഇന്ന് പകരം ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ പറഞ്ഞ നിങ്ങൾ ക്രിസ്തുവിനെ സന്തോഷമാക്കി തീർക്കണം. ലോകത്തിൻ്റെതായ അനുഭൂതി സന്തോഷങ്ങൾ നിനക്ക് ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയുമെങ്കിലും അതെല്ലാം നിന്നെ രോഗിയാക്കി മാറ്റും. ഹല്ലേലൂയ. എന്നാൽ നീ കർത്താവിന്റെ സന്തോഷം, ക്രിസ്തുവിനെയാണ് സന്തോഷമാക്കി മാറ്റുന്നെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ലോകത്തെ സന്തോഷമാക്കി മാറ്റിയ പലരും മാറാ രോഗികളായി മാറി. ലോകത്തെ സന്തോഷമാക്കി മാറ്റിയ, ലോകസുഖങ്ങളെ സന്തോഷമാക്കി മാറ്റിയ അനവധി ആളുകളും വിവിധ മഹാവ്യാധികൾക്ക് അടിമകളായി മാറി. മഹാവ്യാധി, എയ്ഡ്സ് തുടങ്ങിയ മഹാരോഗങ്ങൾക്ക് അധീനരായി മാറി. അങ്ങനെ പറയാമല്ലോ. ഹല്ലേലൂയ. ലോകസന്തോഷത്തിന് വേണ്ടി പോയതാ. മദ്യപിച്ച് ലോകസന്തോഷം അനുഭവിച്ച പലരും ഹല്ലേലൂയ കരള് നഷ്ടപ്പെട്ടു. കരളില്ലെന്നവർക്ക് ഇന്നിപ്പോ അവര് ക്ഷയരോഗികളായി മാറി, അറ്റാക്ക് രോഗികളായി മാറി. നന്നായിട്ട് ലോകസന്തോഷം അനുഭവിച്ച് ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് വലിയ ശമ്പളം വാങ്ങി അതെല്ലാം കൊണ്ട് ബീവറേജുകാരനും ബാറുകാരനും കൊടുത്ത് കള്ളുഷാപ്പിലും കൊടുത്ത് ഈ ലോകത്തിന്റെ ചൂതാട്ടങ്ങളും പെൺവാണികൾക്കകത്തും മറ്റ് അശ്ലീലിക്കും കൊണ്ട് കൊടുത്ത് സന്തോഷിച്ചവരൊക്കെ ഇന്ന് പണിയെടുക്കാൻ ആരോഗ്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് എന്തെങ്കിലും രോഗം വന്ന പിന്നെ പെട്ടെന്ന് അവർ ചെയ്യുന്ന ഒറ്റ കച്ചവടം, ലോട്ടറി കച്ചവടം, സ്വാതന്ത്ര്യം. ഇന്ന് പലരും അതാ ചെയ്യുന്നത്. തകർന്ന് തരിപ്പണമാകും. ലോക സന്തോഷം നീ അനുഭവിക്കാൻ പോയാൽ നീ തകർന്ന് തരിപ്പണമാകും. എന്നാൽ നീ ദൈവിക സന്തോഷമാണ് അനുഭവിക്കുന്നെങ്കിൽ നിന്നെ ദൈവം ആരോഗ്യത്തോടെ നടത്തും. ലോക സന്തോഷം അനുഭവിച്ച് ആർക്കും ഇന്നുവരെ സ്വസ്ഥതയുണ്ടായിട്ടില്ല ശ്രോതാവേ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, അല്ലെങ്കിൽ എന്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാൻ, എന്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് ഏത് ദൈവത്തിന്റെ വചനം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, ക്രിസ്തുവിന്റെ സന്തോഷമാണോ നിന്റെ ഉള്ളിലിരിക്കുന്നത്? അതോ മറ്റുള്ളവരെ കുറിച്ച് നുണ പറയാനും കുറ്റം പറയാനും പരിഹസിക്കുവാനും രാവിലെ വീട്ടുവേലകളൊക്കെ ചെയ്തിട്ട് അടുത്ത വീട്ടിലേക്ക് ചെന്ന് കുറെ സഹോദരിമാരെ കൂട്ടി വട്ടം കൂട്ടിയെന്ന് മറ്റൊരാളുടെ കുറ്റം പറഞ്ഞ് മറ്റൊരാളുടെ കുറവ് പറഞ്ഞ് സന്തോഷിക്കുന്നതാണോ സഹോദരി നിന്റെ ജീവിതം? എന്നെ കേൾക്കുന്ന സഹോദരന്മാർ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കടത്തണകൾ പോയിരുന്ന് കരിങ്കലിനെ കയറിയിരുന്ന് മറ്റുള്ള കുറ്റം പറഞ്ഞ് സന്തോഷിക്കുന്നതാണോ നിന്റെ സ്വഭാവം? നീ മഹാരോഗിയായി മാറും. ഹല്ലേലൂയ. നിന്റെ ക്രിസ്തുവിനെ നീ നിന്റെ ഹൃദയത്തെ സന്തോഷമായി സ്വീകരിക്കണം. ക്രിസ്തുവിനെ കുറിച്ച് പറയണം. ഹല്ലേലൂയ. നിന്റെ ജീവിതം നീ ആയിട്ട് തകർത്ത് കളയരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്ന ഹല്ലേലൂയ, ക്രിസ്തുവിനെ നിങ്ങൾ അവകാശമാക്കിക്കൊള്ളണം, ക്രിസ്തുവിനെ നിങ്ങൾ സന്തോഷമാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല. യഹോവയുടെ പർവ്വതത്തിൽ പ്രത്യക്ഷനാകുന്ന അബ്രഹാം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയുക കഴിയണം. ഹല്ലേലൂയ. നിന്റെ വേദനകളിലും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ യഹോവ ഈരേ എന്ന് പറയുവാൻ കഴിയണം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഏകജാതനായ മകനെ യാഗം കഴിപ്പാൻ യഹോവയായി ദൈവം കൽപ്പിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ വിസമ്മതം കൂടാതെ ദൈവത്തിന്റെ വാക്ക് കേട്ട് തന്നെ മകനെ യാഗം കഴിക്കാൻ ബോറിയാമലയിലെത്തി യാഗം കഴിക്കുന്ന സമയത്ത് സമയമായപ്പോ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, അബ്രഹാമിനെ ബാലന്മേ കൈവെക്കരുത്. ഹല്ലേലൂയ. നമ്മൾക്കറിയ ഉൽപ്പത്തി പുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം, ഹല്ലേലൂയ, 22-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കാൻ കഴിയണം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിന്നിൽ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിവിട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ട് യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. ദൈവവാക്ക് കേട്ട് ദൈവത്തിന്റെ വാക്കുകൾ കൽപ്പം പോലും അലസത കാണിക്കാതെ മടി കാണിക്കാതെ ദൈവത്തിന്റെ വാക്കുകളെ സന്തോഷമായി സ്വീകരിച്ചുകൊണ്ട് അബ്രഹാം തന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ എന്താണ്? ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. അതിനെടുത്ത് യാഗം കഴിച്ച് തന്റെ മകനുമായി തിരിച്ചു വരും. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞ യഹോവ ഈരേ, യഹോവയുടെ പർവ്വതത്തിൽ പ്രത്യക്ഷമാകും.
അതെ, നീ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ, കർത്താവിനെയാണ് വിളിക്കുന്നതെങ്കിൽ, നിന്റെ കഷ്ടതയുടെ നടുവിൽ, നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നീ അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ പോലെ വിളിച്ചു പറ, യഹോവ ഈരി അല്ലൊരു യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷമാകും. നിന്റെ കഷ്ടതയുടെ നടുവിൽ നീ വിളിച്ചു പറ ശ്രോതാവേ. ഹല്ലേലൂയ. നിന്റെ വേദനയുടെ, നിന്റെ കഷ്ടതയുടെ, സങ്കടത്തിന്റെ നിലവിൽ നീ അത് വിളിച്ചു പറയുന്നെങ്കിൽ, ഹല്ലേലൂയ, അബ്രഹാമിന് വേണ്ടി, ഹല്ലേലൂയ, അബ്രഹാമിന്റെ മകനായി ഇസഹാക്കിന് പകരമായിട്ട് ഒരു ആട്ടുകൊറ്റനെ ദൈവം ഒരുക്കിയെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിനക്ക് വീണ്ടും കരുതുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, 1 പത്രോസ് 5:7 പറയുന്ന, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. അബ്രഹാമിനറിയാം, എന്നെ വിളിച്ച ദൈവം വഴിയിൽ കളഞ്ഞിട്ട് പോകുന്നവനല്ല, വഴി ഉപേക്ഷിക്കുന്നവനല്ല, എന്നെ അനാഥനായി വിടുന്നവനല്ല. എന്റെ സന്തോഷം എന്നിൽ പൂർണ്ണമാകാൻ വേണ്ടിയിട്ട്, യഹോവയുടെ സന്തോഷം എന്നിൽ പൂർണ്ണമാകാൻ വേണ്ടിയിട്ട് അവൻ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്ന് അബ്രഹാം പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. നിനക്ക് ആ വിശ്വാസമുണ്ടോ? നീ കടക്കണിയിലൂടെ കടന്നു പോവുകയാണ്, ബിസിനസ് തകർന്നില്ലേ, ജോലി നഷ്ടപ്പെട്ടില്ലേ, സാലറി കിട്ടിയിട്ട് നാളുകളായില്ലേ, വിദേശ രാജ്യത്ത് പോയിട്ട് നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാതെ നീ കഷ്ടപ്പെടുകയല്ലേ, മണലാടി വേദന അനുഭവിക്കുകയല്ലേ, നീ മാരകമായ രോഗത്തിന് അധീനമായി കിടക്കുകയല്ലേ, ഹോസ്പിറ്റലിൽ നിനക്ക് ഇറങ്ങാൻ സമയമുണ്ടോ? ഹല്ലേലൂയ. ആമി സ്തോത്രം. ആമി, നീ ഒറ്റപ്പെട്ടവനായി മാറിയില്ലേ, ഒറ്റപ്പെട്ടവളായി മാറിയില്ലേ? ആമി, വിവിധ വിഷയങ്ങൾ നീ ഭാരപ്പെടുകയില്ലേ, പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി നിന്റെ ജീവിതത്തിൽ കടന്നു വരികയില്ലേ? ഇതൊക്കെ കടന്നു വന്നിട്ട് ഇന്നും നിനക്ക് യഹോവയുടെ സന്തോഷം, ക്രിസ്തുവിന്റെ സന്തോഷം അനുഭവിപ്പാൻ നിന്റെ ഹൃദയം വിട്ടുകൊടുക്കാതെ നീ രോഗപ്രകാരം ഓടുന്നെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ അവസാനം വളരെ പ്രതികൂലമായിരിക്കും, പ്രതിസന്ധി നിറഞ്ഞായിരിക്കും. എന്നാൽ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ, അവന്റെ സന്തോഷം നിന്റെ ഉള്ളിൽ ഇരിക്കുക നീ ആഗ്രഹിക്കുന്നെങ്കിൽ, യഹോവയുടെ പർവ്വതത്തിൽ, ഹല്ലേലൂയ, ആമി, യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞവരെ നിന്റെ പ്രശ്നങ്ങൾക്ക് അവൻ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. നിനക്ക് ഏത് വിഷയത്തിന്റെ നടുവിലാണ് ഭാരം അനുഭവിക്കുന്നത്, അതിന്റെ നടുവിൽ ദൈവം പ്രത്യക്ഷമാകും. അവൻ പ്രത്യക്ഷനായാൽ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ അവൻ പ്രത്യക്ഷനായാൽ, നിന്റെ ശൂന്യതകളെ മുഴുവൻ അവൻ നീക്കിത്തരും കേട്ടോ. പ്രൈസലോ. നിന്റെ ശൂന്യതയെ മുഴുവൻ എന്റെ കർത്താവ് മാറ്റിത്തരും. വിശ്വസിക്കാൻ കഴിയും. കരം പിടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് അനവധി ആളുകൾ കഷ്ടം സഹിക്കുന്നവരുണ്ട്, അനവധി നൊമ്പരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. വീടില്ലാത്തവർ, ഒരുത്തുണ്ട് ഭൂമിയില്ലാത്തവർ, ജീവിക്കാൻ മുന്നോട്ട് യാതൊരു മാർഗമില്ലാത്ത കണ്ണുനീരിന്റെ നടിയിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ കേരളം 100% സാക്ഷരതാ വിജയം എന്ന് പറഞ്ഞാൽ പോലും നിരക്ഷരായിരിക്കുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന് ജനങ്ങൾ. സമ്പൂർണ്ണ വിജയമാണെന്ന് പറയുമ്പോഴും ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവൻ, കയറിക്കിടക്കാൻ ണ്ട് ഭൂമിയില്ലാത്തവൻ, ഒരു വീടില്ലാത്തവൻ ഒത്തിരിയാ കേട്ടോ. ഹല്ലേലൂയ. അടച്ചുറപ്പുള്ള വീട്ടിലത്തെ ചെറ്റക്കൂടി താമസിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ കണക്ക്. ഞാൻ എന്നെ കുറിച്ച് പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സമ്പൂർണ്ണ സാക്ഷരത കേരളത്തിൽ, എല്ലാവർക്കും ഭവനം. ഹല്ലേലൂയ. എല്ലാവരും സമ്പൂർണ്ണ എത്തി നിൽക്കുമ്പോൾ ഞാനൊക്കെ 25 വർഷമായി വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ള സന്തോഷം, ക്രിസ്തു ഞങ്ങൾ ഇരിക്കുന്നുള്ള സന്തോഷം. വീടില്ലെന്നോർത്തോ, ഭവനമില്ലെന്നോർത്തോ, സ്ഥലമില്ലെന്നോർത്തോ, ജോലിയില്ലെന്നോർത്തോ ഞങ്ങളൊന്നും സങ്കടപ്പെടാറില്ല. ഞങ്ങളുടെ സന്തോഷം ക്രിസ്തു, എന്റെ സന്തോഷം, ക്രിസ്തുവിന്റെ സന്തോഷം ഞങ്ങളുടെ ഉള്ളിൽ ഇരിക്കണമെന്നാണ്. ക്രിസ്തുവിന്റെ സന്തോഷം ഞങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ മറ്റൊന്നിനെ കുറിച്ചും ഭാരപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്നെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള പലരുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ് എന്റെ പാസ്റ്റർ 35 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന കേട്ടോ. 35 വർഷം. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെ നിങ്ങൾ ക്രിസ്തു ഞങ്ങളുടെ സന്തോഷമാണെന്ന് പറഞ്ഞു. ക്രിസ്തു ഞങ്ങളുടെ അതേ ശ്രോതാവ്, ഒന്നുമില്ല, ക്രിസ്തു നിന്റെ സന്തോഷമാണെങ്കിൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. രക്തക്ഷയം. ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറാത്തത്. ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിന്റെ ബന്ധനങ്ങൾ അഴിയാത്തത്. ക്രിസ്തു നിന്റെ കുടുംബത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിന്റെ കുടുംബം അരാജകത്തിനകത്ത് പോകുന്നത്. മുള്ളും പറക്കാരിയും കെളുത്തെന്ന് പറഞ്ഞത് നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീരല്ലേ എപ്പോഴും? ഹല്ലേലൂയ. നിന്റെ ജീവിതം കണ്ണുനീരല്ലേ? സ്വതം സ്വസ്ഥമായി സന്തോഷം ഒരു ജീവിതം ആഗ്രഹിച്ച് കുടുംബജീവിതം പ്രവേശിച്ച സഹോദരി, നിനക്ക് സന്തോഷിപ്പാൻ കഴിയുന്നുണ്ടോ? നിന്റെ ജീവിതം തകർന്ന് ധരിപ്പണമായില്ല. എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന്റെ സന്തോഷത്തിലേക്ക് നീ വരാത്തടത്തോളം കാലം, നീ ലോക സന്തോഷം അന്വേഷിക്കുന്നിടത്തോളം കാലം നിനക്ക് നിരാശകൾ മാത്രമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സന്തോഷം നിങ്ങൾ ഇരിക്കണം കേട്ടോ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ യഹോവ ഈരെ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്.
ഹല്ലേലൂയ. യഹോവ ഈരെ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം. ഹല്ലേലൂയ. ആമീൻ. പ്രത്യാശയോടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും ശീലാസും എന്ത് ചെയ്തു? ആമീൻ. സുവിശേഷ മുഖാന്തരം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്ന് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും. സുവിശേഷ മുഖാന്തരം ക്രിസ്തുവിനെ കുറിച്ച് സന്തോഷത്തോടെ പ്രസംഗിച്ചതുകൊണ്ട് പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായി. ഹല്ലേലൂയ. എന്താണ് നമുക്കറിയാം? അപ്പോസ്തലപ്രവൃത്തി ഹല്ലേലൂയ 16-ാം അധ്യായം 19 തൊട്ട് വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെ ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ട് പോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് പൗലോസും ശീലാസും ക്രിസ്തുവിനെ പ്രസംഗിച്ചതാ. എന്താ? വെളിച്ചപ്പാടത്തിയുടെ യജമാനന്മാരുടെ അവരുടെ വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് ലാഭം വിറ്റ് വെളിച്ചപ്പാടത്തി ലക്ഷണം പറഞ്ഞ എന്താണ് പറയുന്നത്? ഞങ്ങൾ പ്രാർത്ഥന സദ്യക്ക് ചെല്ലുമ്പോൾ പൗലോസിലും വെളിച്ചപ്പാടത്തി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഈ വെളിച്ചപ്പാടത്തി ലക്ഷണം പറഞ്ഞ യജമാനവും ഒരുപാട് ലാഭം വരുത്തി. പക്ഷെ പൗലോസിന്റെ ശീലാസിന്റെ ശുശ്രൂഷയിൽ ഈ വെളിച്ചപ്പാടത്തി അങ്ങ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞു. യജമാനന്മാരുടെ ലാഭം പോയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പൗലോസിനെ ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്തൂടെ ചന്തസ്ഥലത്ത് പ്രമാണിയുടെ അടുക്കലേക്ക് വലിച്ചുകൊണ്ടുപോയി. പ്രമാണികളുടെ ഈ ചന്തസ്ഥലം വലിച്ചുകൊണ്ടുപോയി. നമ്മുടെ ആചാരങ്ങൾക്കും നമ്മുടെ നിയമങ്ങൾക്കും വിരോധമായി സംസാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ പട്ടണത്തിന് വിരോധമായി സംസാരിക്കും എന്ന് പറഞ്ഞവരെ കാരാഗ്രഹത്തിലാക്കി. അല്ലെങ്കിൽ അങ്ങനെ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 25-ാം വാക്യം, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുരുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. ഹല്ലേലൂയ. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്ക ഓടിപ്പോയി കളഞ്ഞുവെന്ന് ഊഹിച്ചു. വാളൂരി തന്നെത്താൻ കുത്തുവാൻ ഭാവിച്ചു. ഹല്ലേലൂയ. കണ്ടോ? സുവിശേഷ മുഖാന്തരം പൗലോസും ശീലാസും കഷ്ടം സഹിച്ച് കാരാഗ്രഹത്തിലാണെങ്കിലും അവരുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സന്തോഷം ഉണ്ടായതുകൊണ്ട് രാത്രിയിൽ അവരെ പാടി അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി. രാത്രി പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതമാണ്. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുമായൊരു ഭൂകമ്പം. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നുപോയി. കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെ മേലെ ചങ്ങല അഴിഞ്ഞു വീണു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകം ഉണ്ടായി അന്ന് തൊട്ട് ഇന്ന് വരെ. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ പഠിച്ചു നോക്കട്ടെ. ഇപ്പൊ ഈ കാലഘട്ടം നോക്കറിയാം, അനവധി ആളുകളെ ക്രിമിനൽ കേസുകളെ പിടിച്ച് കൈവിലങ്ങിട്ട് കൊണ്ടുപോകും. നമ്മൾ കണ്ടിട്ടില്ലേ? ചങ്ങലയൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ. അവരുടെ ആരുടെയും ചങ്ങല അഴിച്ചു പോയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ഒന്നില് ഏതെങ്കിലും കരുവാനെ കൊണ്ട് മുറിപ്പിക്കണം, അല്ലെങ്കിൽ ഇന്നത്തെ അല്ലെങ്കിൽ ഇലക്ട്രിക് കട്ടറുകളിൽ കട്ട് ചെയ്ത് അത് പോകുള്ളൂ. പക്ഷെ ഇവിടെ പൗലോസിന്റെ ശീലാസിന്റെ കാൽമേലിട്ട ചങ്ങലകൾ എന്ത് ചെയ്തു? കാരാഗ്രഹത്തിലുണ്ടായിരുന്നവരുടെ ചങ്ങല ചെയ്തു. ക്രിസ്തുവിന്റെ സന്തോഷം അവരുടെ ഉള്ളിലുള്ളതുകൊണ്ട്, പൗലോസിന്റെ ശീലാസിന്റെ ഉള്ളിലുള്ളതുകൊണ്ട് അവർ ദൈവത്തെ പാടി സ്തുതിച്ച് സന്തോഷിച്ചപ്പോ എന്ത് ചെയ്തു? ആ ചങ്ങലകൾ തന്നെ അഴിഞ്ഞു വീണു. അതൊരു ഭയങ്കര സംഭവമല്ലേ? ചങ്ങല കഴിഞ്ഞുവതെ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ചില അന്ധകാരത്തിന്റെ കെട്ടുകൾ, ചില ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്ന രാത്രി അഴിഞ്ഞു വീഴുന്ന പകരായി മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിത നിന്നെ തകർക്കുവാൻ, നിന്നെ ഉടയ്ക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ ബന്ധനത്തിലാക്കുവാൻ, നിന്നെ തടവിലാക്കുവാൻ വേണ്ടി പല ആളുകൾ നിനക്കെതിരെ തന്ത്രങ്ങൾ നിറയുന്നുണ്ട്. അതിന്റെ നടുവിൽ ഇന്ന് പകൽ നീ ദൈവത്തെ പാടി സ്തുതിക്കുന്നെങ്കിൽ നിനക്ക് നേരെ എഴുന്നേൽക്കുന്ന ശത്രുവിനെ ജയിപ്പാൻ നിനക്ക് കഴിയും. യത്നം ചെയ്യും. ഹല്ലേലൂയ. എന്താണ്? കാരാഗ്രഹമാണ് എഴുന്നേറ്റ് വാളൂരി തന്നെ കൊല്ലുവാൻ ശ്രമിക്കുക. അപ്പോൾ പൗലോസ് പറയാണ്, അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കുമെന്ന് പൗലോസ് കാരാഗ്രഹമാണ് ഇവിടെ പറയുക.
അങ്ങനെ കാരാഗ്രഹ പ്രമാണി പൗലൂസിന്റെ ശീലാസിന്റെ മുമ്പിൽ ആ വാക്കുകൾക്ക് മുമ്പിൽ വിധേയപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്തോഷം അവരുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കാരാഗ്രഹ പ്രമാണിയുടെ വീടടക്കം സ്നാനപ്പെട്ട് ദൈവസേവിച്ച് രക്തം ചെയ്യാം. അല്ലേ? ക്രിസ്തുവിന്റെ സന്തോഷം നമ്മുടെ ഉള്ളിലിരിക്കണം. നിന്റെ ഏത് കഷ്ടതയുടെ നടുവിലും ഏത് പ്രതിസന്ധികളുടെ നടുവിലും ക്രിസ്തുവിന്റെ സന്തോഷം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിന്റെ നടുവിൽ അത്ഭുതം ചെയ്യും. അപ്പം പൗലോസിന്റെ ശീലാസിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സന്തോഷം ഉണ്ടായിരുന്നുകൊണ്ട് എന്ത് ചെയ്തു? കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടതിന് പേരിൽ ക്രിസ്തുവിനെതിരെ നിന്ന വാക്കുകൾ പറഞ്ഞ് അപവാദ വാക്കുകൾ പരിഹസിച്ചു. ഞാൻ ഇനി സുവിശേഷത്തിന് വേണ്ടി ഇല്ല പ്രവർത്തിക്കുന്നില്ല, എനിക്ക് മടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് പോകാതെ അർദ്ധരാത്രിയിൽ സന്തോഷത്തെ നിറഞ്ഞ് ആരാധിക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, അർദ്ധരാത്രിയുടെ സമയത്ത് പൗലോസ് ശീലാസ് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് നീ നിന്റെ പിതാവിന്റെ മാതാവിന്റെ മക്കളും നിന്റെ ഭാര്യയും ഭർത്താവും നീ ഒന്നിച്ച് അർദ്ധരാത്രിയുടെ സമയത്ത് എഴുന്നേറ്റ് നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നെങ്കിൽ അവന്റെ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനെതിരെ ഉയർന്നിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളെയും ദൈവം നീക്കിക്കളയും. നിന്നെ തകർക്കുവാൻ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ശുദ്രങ്ങളും കൂടോത്രങ്ങളും വിവിധ തന്ത്രങ്ങളും മന്ത്രങ്ങളും നിനക്കെതിരെ മെനഞ്ഞുകൊണ്ട് നിന്റെ കുടുംബത്തെ ഭൂമുഖത്ത് തുടച്ചു മാറ്റുവാൻ, നിന്നെ ഒരു രോഗിയാക്കി മാറ്റുവാൻ, നിന്നെ ബന്ധനത്തിലാക്കുവാൻ, നിന്റെ തലമുറയെ തെറ്റിക്കുവാൻ, നിന്നെ ഒരു മാനസികയാക്കി മാറ്റുവാൻ ചില അന്ധകാര ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. ആ അന്ധകാരത്തെ ജയിക്കുവാൻ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തെ പറയട്ടെ, നീ പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചത് നീ പാടി സ്തുതിക്കുന്നെങ്കിൽ നിനക്കെതിരെ കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളെ ദൈവം നീക്കിക്കളയും. ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമോ? നിന്നെ തകർക്കുവാൻ പല തന്ത്രങ്ങളും മന്ത്രങ്ങളും നിന്റെ കുടുംബത്തിനെതിരെ നിന്റെ തലമുറ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ തലമുറയെ മാനസികയാക്കി മാറ്റുവാൻ, നിന്നെ ഒരു മാനസികയാക്കി മാറ്റുവാൻ, നിന്റെ നന്മകളെ തകർക്കുവാൻ പിശാച് പല പദ്ധതികളുമായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈശ്വരോ, നീ പ്രാർത്ഥിച്ചു തുടങ്ങുക ക്രിസ്തുവിന്റെ സന്തോഷം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന പരിശുദ്ധനാവി, നീ ദൈവത്തിന്റെ ഭദ്രത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് 40-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്. എന്താണ്? നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. അല്ലെ, നിന്നെ അന്വേഷിക്കുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്റെ സന്തോഷിക്കുന്ന നിന്റെ രക്ഷയെ ഇച്ഛിക്കുമ്പോൾ യഹോവ മഹത്വമുള്ള എപ്പോഴും പറയട്ടെ. 70-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഹല്ലേലൂയ, നിന്നെ അന്വേഷിക്കുന്നവരൊക്കെ നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവം മഹത്വമുള്ളവരെന്ന് എപ്പോഴും പറയട്ടെ. 40-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം 70-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിലും കാണാൻ കഴിയും. അതായത് ദൈവത്തെ അന്വേഷിക്കണം. പ്രൈസലോ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഹല്ലേലൂയ. യേശു ക്രിസ്തു ലോകത്തിലേക്ക് ജനിച്ചപ്പോൾ വലിയ സന്തോഷം കൊണ്ട് ദൂതന്മാർ വന്നു. യേശുവിന്റെ ജനനത്തിൽ നക്ഷത്രങ്ങൾ കണ്ടതുകൊണ്ട് വിദ്വാൻമാർ സന്തോഷിച്ചു. യേശുവിന്റെ സന്തോഷങ്ങൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദവും സമാധാനവും ദൂതന്മാർ പാടി, ഇടയന്മാർ സന്തോഷിച്ചു. നക്ഷത്രങ്ങൾ കണ്ടതുകൊണ്ട് വിദ്വാൻമാർ സന്തോഷിച്ചു. അതെ, ഇന്ന് പകൽ നീ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പകൽ ക്രിസ്തുവിന്റെ സന്തോഷം നിന്റെ ഉള്ളിൽ വസിക്കട്ടെ. ലോകത്തിന്റെ അല്ല, ക്രിസ്തുവിന്റെ സന്തോഷം. കണ്ണുകളടച്ചാട്ട് കർത്താവേ, ലോക സന്തോഷം എനിക്ക് വേണ്ട. അതെന്നെ എന്റെ കുടുംബത്തെ തകർക്കും, എന്നെ നശിപ്പിക്കും, രോഗിയാക്കി മാറ്റും, അതെന്നെ മഹാവ്യാധിയിലേക്ക് കൊണ്ടുപോകും. എനിക്ക് ലോകത്തിന്റെ സന്തോഷം വേണ്ട. ഇന്ന് വരെ ഞാൻ സന്തോഷം അനുഭവിക്കാൻ നടന്നു. ഇന്ന് മുതൽ ഞാൻ എന്റെ സന്തോഷം കർത്താവിൽ നിന്നാണ്. അത് കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരുന്ന വലിയൊരു ചെറിയ കേരളത്തിൽ ലോകരാജ്യം 800 കോടി ജനത്തിനായി ജാതി മത വർഗ വർണ്ണ വ്യത്യാസം ഉള്ളിലോട്ട് കൊട്ടാരത് വരെ പാർക്കുന്ന എല്ലാ ജനത്തെയും ദൈവരങ്ങൾ ഏൽപ്പിക്കുകയും പ്രാർത്ഥിക്കുന്ന കർത്താവ് ശൈശവത്തിനും ബാല്യത്തിനും കൗമാരിക യൗവനത്തിനും വാർത്തയും അൻപർത്തരും അച്ഛൻ്റെ യാചർ ഓഫ്ന ചോട്ടൻ തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും, എല്ലാ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം എല്ലാ മത നേതാക്കന്മാരെ മതവിശ്വാസികളെ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് വലിയൊരു ചെറിയൊന്നില്ലാതെ അവർണ്ണനും സവർണ്ണനുമില്ലാതെ ജാതി ചിന്തകൾക്ക് അതീതമായി സകല ജനങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്തോഷത്തിലേക്ക് കടന്നിരുവാൻ, സന്തോഷം ഇരിപ്പാൻ, സന്തോഷം പൂർണ്ണമായി തീരുവാൻ ഈ ജനത്തിന്റെ ആത്മീയങ്ങൾ തുറക്കുവാൻ ദൈവങ്ങളെ എത്തിക്കുകയാണ്.
അല്ലേലിയ. രാജാവ് പലതിനെ കുറിച്ച് ചിന്തിച്ച് മഹാരോഗിയായി മാറിയതുപോലെ പലതിനെ കുറിച്ച് ചിന്തിച്ച് രോഗിയായി മാറാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയം കൊടുത്തുകൊണ്ട് കർത്താവിൽ ആനന്ദം പ്രാപിച്ച് സന്തോഷമുള്ള തീരുവാൻ ഈ ജനത്തിന് ആത്മീയങ്ങൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേൽ നീതി വെളിപ്പെടുത്തിയാട്ട് ദൈവദാസിദാസന്മാർ കേരളത്തിൽ ലോകരാജ്യങ്ങൾ ക്രൈസ്തവர்கள் അനുഭവിക്കുന്ന അനുഭവത്തിയ ദേശങ്ങൾ അവിടെയെല്ലാം ദൈവത്തിന്റെ സന്തോഷം, ക്രിസ്തുവിന്റെ സന്തോഷം എല്ലാവരുടെ ഹൃദയങ്ങൾ നിറയപ്പെടുവാൻ ഞങ്ങൾ യേശുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.